ഇപ്പോൾ ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ, ഒരുപാട് സിംഗേഴ്സിൻ്റെ, പെർഫോമൻസിൻ്റെ, കുറേ ആളുകളുടെ ചൈൽഡ്ഹുഡ് തന്നെ വേറെ രീതിയിൽ ഷെയ്പ്പ് ചെയ്ത ഒരു മനുഷ്യനാണ് എ ആർ റഹ്മാൻ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സൗണ്ടിങ് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇളയരാജ അല്ലെങ്കിൽ ദേവായുടെയൊക്കെ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കുറേ പ്ലഗ് ഇൻ സോങ്സ്, മൈക്കിൾ ജാക്സന്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറേ പാട്ടുകൾ ഓർത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് വരുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ എൻട്രി. അദ്ദേഹത്തിൽ നിന്ന് ഇപ്പം അദ്ദേഹമായിട്ട് ക്ലോസ് ചെയ്തിട്ട് കുറച്ചായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിൽ നിന്ന് പേഴ്സണൽ ലൈഫിലേക്കും അല്ലെങ്കിൽ കരിയറിലേക്കും ഈ 2 കാര്യങ്ങളിലേക്കും ചേർത്ത് വെക്കാൻ തോന്നിയിട്ടുള്ള 2 എലമെന്റ്സ് എന്തായിരിക്കും? സാറ് സാറിൻ്റെ മ്യൂസിക്കിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കോൺസേർട്സ് ചെയ്യണ സമയത്ത് ഇപ്പം ആ ഷോയിൻ്റെ ഹെഡ് സാറാണല്ലോ. ആ. അപ്പം നമ്മളും നമ്മളുടേതായ ചെറിയ അമൃതംഗമേ അവിടെയും നമ്മളാണല്ലോ അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ ഒരു ഹോൾ ഇവൻ്റ് കൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാർ അഗൈൻ ഒരു വലിയ ഡിക്ഷണറിയാണ്. ആഹാ. സാർ ഒരാൾ ഇരുന്നിട്ട് അവിടെയുള്ള എല്ലാ മ്യൂസീഷ്യൻസിനും വായിക്കുന്നത് ശ്രദ്ധിക്കും, ലൈറ്റ്സ് ശ്രദ്ധിക്കും, ബാക്കിൽ LED ശ്രദ്ധിക്കും, ലിറിക്സ് പോകുന്ന സ്ക്രീൻ ശ്രദ്ധിക്കും. ഓരോ ടെക്നീഷ്യൻസിനും സാറിൻ്റെ എല്ലാത്തിലും ഇൻവോൾവ് ആവും. സാറ് പറയും ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഡാൻസസ് ഇവിടെ വരണം. ഈവൻ കൊറിയോഗ്രാഫിയിൽ വരെ സാറ് ഇൻവോൾവ് ആണ്. ഐ മീൻ ലൈക്ക് അത് നമുക്കുണ്ടല്ലോ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഓരോ മ്യൂസീഷ്യൻസിനും സാറ് കൊടുക്കുന്ന പ്രയോറിറ്റി. ഇപ്പം ലാസ്റ്റ് ഷോ ചെന്നൈയിൽ ചെയ്തിരുന്ന കോൺസേർട്ടിന് സാറ് എല്ലാ മ്യൂസീഷ്യൻസിനും എന്താ പറയുക ഇൻഡിവിജ്വൽ പെർഫോമൻസ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് എല്ലാവർക്കും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേമാതിരി ഇപ്പോൾ നമ്മളൊരു 2:30-3:30 വരെയൊക്കെ റിഹേഴ്സൽ സൗണ്ട് ചെക്കൊക്കെ ഉണ്ടാവും വെളുപ്പിന്. അത് കഴിഞ്ഞ് ഡാൻസ് റിഹേഴ്സൽ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെളുപ്പിന് വരെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്, സാറടക്കമുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ സ്റ്റേജിലുള്ള വരവും പോക്കും ഒക്കെ കൊറിയോ ഒക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5:30 ആവും കിടക്കുമ്പോൾ പിറ്റേ ദിവസം ഷോ ആണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഞാനൊക്കെ ഇങ്ങനെ ഡ്രെയിൻഡ് ഔട്ടായി തുടങ്ങിയിട്ടുണ്ടാവും. നാളെ ഷോ അല്ലേ. സാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോ പോയി നാളത്തെ മൂവീൻ്റെ വർക്ക് റെക്കോർഡിങ് ചെയ്ത് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ. അതായത് ഇവിടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ, ലൈവിൻ്റെ ഒരു മൈൻഡ് സെറ്റേ വേറെയാണ്. അത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ സാറ് വേറെ എന്തെങ്കിലും ഒരു പ്രസ് മീറ്റും കഴിഞ്ഞിട്ടായിരിക്കും വരിക. അതൊക്കെ അതൊക്കെ ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. ഈ സംസാരിക്കുമ്പോഴേ ആവശ്യമുള്ളത് മാത്രമല്ലേ പുള്ളി സംസാരിക്കുള്ളൂ. ടു ദ പോയിന്റ് ആണല്ലോ സംസാരിക്കുക. അതെ അതെ എങ്ങനെയാ ഈ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സാർ അദ്ദേഹം? കുറച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ സാറിന് എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊക്കെ ഒരു സംഭവം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ സാർ അത് എനിക്കറിയില്ല അതെന്താ സംഭവം. അതായത് ഇപ്പോൾ ഒരുപാട് സീൻസ് ഇപ്പം പാടുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒരു വരി പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറ് ഞാനിങ്ങനെ നോക്കും. അപ്പോൾ സാറ് അമൃത യു സിംഗ് ദാറ്റ് പറഞ്ഞേ ഇത് ഞാൻ ഉള്ളി പറഞ്ഞോളൂ അവിടെ കേട്ടോ അങ്ങനെ. അതേമാതിരി നമ്മളുടെ എല്ലാവരുടെയും ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ഭയങ്കരമായിട്ട്. വേറൊരു ഖത്തറിലൊരു കോൺസേർട്ടിന് പോയ സമയത്ത് അന്ന് അവിടെ ഫുൾ ഹിന്ദി ക്രൗഡാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗത്ത് ഇന്ത്യയിൽ തന്നെ. ബാക്കി മോഹിത് ചൗഹാൻ, പിന്നെ ജാവേദ് അലി, ഇങ്ങനത്തെ ഫുൾ ടീമാണ്, ഫുൾ ഹിന്ദി ക്രൂ ആണ്. അപ്പോൾ ഷോ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ക്രൗഡിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ട് അപ്പോൾ ഞാനും സാറും ഇവർ മ്യൂസീഷ്യൻസ് എല്ലാവരും ഉണ്ട്. എന്നെ അവിടെ ആർക്കും അറിയില്ല, ബിക്കോസ് ഞാൻ അവിടെ എന്നെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരുത്തരോടത്തും ഇങ്ങനെ പറയാ നന്നായിരുന്നു എന്നോട് ആരും പറയണില്ല. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് യു സാങ് വെരി വെൽ അമൃത ഓക്കെ. ഞാനപ്പം മനസ്സിലിങ്ങനെ നമ്മളൊന്നുമില്ല ഇങ്ങനെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യണത് പോലും ഐ ഡോണ്ട് നോ ദെയർ. പക്ഷെ എന്നാൽ പോലും മനസ്സിൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവില്ലേ ആരെങ്കിലും നമ്മുടെ അടുത്തും പറഞ്ഞിരുന്നെങ്കിൽ. അപ്പം തന്നെ സാറ് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എല്ലാവരും എന്നെ നോക്കി ലൈക്ക് ഞാൻ ഒറ്റപ്പെടരുത് എന്നുള്ളൊരു അതൊക്കെ ഒരാള് ഇങ്ങനെ ഭയങ്കരമായിട്ട്. എന്നാൽ അതൊന്നും സാർ അങ്ങനെ ഓവറായിട്ട് അത് കഴിഞ്ഞു. സാറ് പിന്നെ ആരോടും ഭയങ്കര ഓർഗനൈസ്ഡ് അൺനെസസറി ആയിട്ടൊന്നും ഇൻവോൾവ് ആവില്ല. വേണ്ട സാധനങ്ങൾ കറക്റ്റ്. ഭയങ്കര വലിയൊരു ഡിക്ഷണറിയാണ് സാറ്. എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി അല്ല. ഈ എപ്പ തൊട്ട് തുടങ്ങിയതാ ഈ മാനിഫെസ്റ്റേഷൻ? അതായത് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഒരു ഞാൻ പാട്ട് കേട്ട് തുടങ്ങിയ കാലം തുടങ്ങി. ലൈക്ക് സാറിന്റെ ചിന്ന ചിന്ന ആസെ തുടങ്ങി. ഞാൻ എന്നാണോ പാട്ട് കേട്ട് തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ സാറിലേക്ക് എത്താനുള്ള
കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. സാറിനെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സാറിനെ കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്രയോ നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്. ഞാൻ ആരുടെ അടുത്തും എല്ലാവരെയും ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്നാലും ആരുടെ അടുത്തും അങ്ങനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെ അടുത്തും അങ്ങനെയൊന്നും ഞാൻ നിന്നിട്ടില്ല. അത് ചിലപ്പോൾ എനിക്ക് ചെറിയൊരു മടിയുണ്ട്. പിന്നെ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവും, അവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ സാറിൻ്റെ കേസിൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയം തുടങ്ങി, പാപ്പുനൊക്കെ ചെറിയ പ്രായമുള്ള സമയമായിരിക്കും, ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അതിങ്ങനെ ഏതോ ത്രാഷിൽ പോവാണ്, സാറ് കാണുന്നേ ഇല്ല. അങ്ങനെ ഈ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ആടുജീവിതം റിലീസായ സമയത്ത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് ഫുൾ കമ്മ്യൂണിക്കേഷനാണ്. സാർ എൻ്റെ ഇത് ഇങ്ങനെ കേൾക്കൂ, അത് കഴിഞ്ഞു, സാറ് കേട്ടില്ല എന്ന് എനിക്കറിയാം, കണ്ടിട്ട് പോലും ഇല്ല, ഓപ്പൺ പോലും അല്ല. പക്ഷെ എന്നാലും അടുത്ത പാട്ട് സാർ കഴിഞ്ഞ പാട്ട് ഇങ്ങനെ ആയിരുന്നില്ല, ഇതെങ്ങനെ ഉണ്ട് എൻ്റെ കോൺവെർസ്. അപ്പോൾ ഞാൻ ഈ ആടുജീവിതത്തിലെ പാട്ടിൻ്റെ കവർ ചെയ്ത് ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഞാനും ഗൗതമും കൂടെ ഇങ്ങനെ പറയാം, ഇതെങ്കിലും സാറ് കേൾക്കുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ ടാഗ് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ സാർ അത് നോക്കിയിട്ടുണ്ട്. ഹാർട്ടും ഫുൾ എൻ്റെ പഴയ മെസ്സേജ് തുടങ്ങി സാറ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് അയച്ച മെസ്സേജ് തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും സാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ എത്തിയത്. പ്യുവർ എന്താ പറയുക, സാറിന് എത്ര ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയക്കുന്നതല്ലേ. അപ്പം ഞാനിങ്ങനെ സാറിന് ഇന്നും നാളെ എല്ലാ ദിവസവും അയക്കുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അയക്കുമ്പോൾ ഞാൻ അൺസെൻഡ് ചെയ്തിട്ട് വീണ്ടും പിന്നെ ഇത് പോവൂലേ, ഈ സംഭവം സാറിന് എത്തൂല. ഇത് നമ്മളെ റിക്വസ്റ്റിലോ എങ്ങോട്ടല്ലേ പോയി കിടക്കുക. പിന്നെ ഇത്രയും ആളുകൾ മെസ്സേജ് ചെയ്യുമ്പോൾ സാറ് ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഫൈനലി ശ്രമിക്കുമല്ലേ, ഞാൻ ചാവണ വരെ ശ്രമിക്കും. ഇപ്പോൾ ഓരോ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവരായിട്ടുള്ള ജീവിതയാത്ര, ഇത് ഇപ്പോൾ മ്യൂസിക്കൽ ജേർണീനെ ഒരു പഠിക്ക് ഇൻസ്പയർ ചെയ്യും. ഇപ്പൊ ആൻഡ്രിയ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവില്ല, ഇത് എന്തെങ്കിലും രീതിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആക്കുകയോ അല്ലെങ്കിൽ ലൈഫിൽ വേറെ ഏതെങ്കിലും ആംഗിളിൽ കാണാൻ സഹായിക്കുകയോ? ഇപ്പൊ ഗോപി സുന്ദർ പോലെ അവരൊക്കെ ടാലൻസ് കൂടിയാണല്ലോ, ഞാൻ പറഞ്ഞത് പേഴ്സണൽ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിന് കുറച്ചുകൂടി കോമ്പോസിഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജം തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മൾ അവർ ഡീൽ ചെയ്യുന്ന രീതികൾ, അവർ സംസാരിക്കുന്നത്, അതൊക്കെ എനിക്ക് ഈവൻ അത് ഏതൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, വേടനിൽ തുടങ്ങി അല്ലെങ്കിൽ റഹ്മാൻ സാറിൽ എത്തുന്ന അല്ലെങ്കിൽ പുതിയ ടാലൻറ്റഡ് ആളുകളായിക്കോട്ടെ, അവരൊക്കെ എന്താ പറയുക, എനിക്കിപ്പോഴും അവരെല്ലാവരും ഫാസിനേഷൻ തന്നെയാണ്. ലൈക്ക് അവർ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അവർ ചെയ്യണ്ടാവുക. അപ്പോൾ അതൊരു പ്രചോദനമാണ്, ലൈക്ക് എൻകറേജ്മെന്റ് ആണ്. പറഞ്ഞ പോലെ മ്യൂസിക്കൽ കരിയറിൽ ഒരു അടുത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അതിനപ്പുറത്ത് ഒരു ഓൺ ക്രിയേഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഹൈ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടല്ലോ, അത് എത്തട്ടെ, പിഴ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. അതെ, പെണ്ണുങ്ങളെല്ലാവരും എന്താ പറയാ, ആരെന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാണ്ട് എത്ര നാളെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കും. ഈ പിഴ എന്നുള്ള ടാഗ് അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതിലിങ്ങനെ ഇരുന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു പുഷാണ് പിഴ. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വിഷ്ണു.